ദേ നമ്മുടെ വണ്ടിയെല്ലാം കഴുകി നല്ല സുന്ദരനാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ കല്യാണ വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ കേട്ടോ. എൻ്റെ കല്യാണമല്ല. അപ്പോൾ അതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഉണ്ട്. അതായത് ഈ വണ്ടിയിൽ കൊള്ളാവുന്ന അത്ര ആൾക്കാരുണ്ടെന്നാട്ടോ. അപ്പോൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വൈബല്ലേ, പൊളി വൈബല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി റോഡ് കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിക്കകത്ത് കാറ്റില്ല. അപ്പോൾ നേരെ വന്ന് കാറ്റടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കാറ്റ് വളരെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സിനിമാ താരമാണ് അടി കമൻറ്റ്. അപ്പോൾ നമ്മൾ നേരെ എണ്ണ അടിക്കാൻ കയറ്റി, എണ്ണ അടിച്ചു. അപ്പൻ അവിടെ നിന്ന് പൈസ കൊടുക്കണ്ടായി. പൈസ കൊടുക്കാണ്ട് പോകാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ താണ്ടെ കല്യാണ മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. നേരെ കയറി ചെന്നപ്പോൾ താണ്ടെ വമ്പൻ ഡാൻസ്. എന്താ അല്ലേ, കല്യാണം ഇനി കഴിക്കണമെങ്കിൽ ഡാൻസിലാണ്ട് പറ്റൂലാത്ത അവസ്ഥയാണ്. എന്താ അല്ലേ, വമ്പൻ ഡാൻസ് ആട്ടോ, പൊള്ളി ഡാൻസ്, നല്ല കിടിലൻ ഡാൻസ്. ബട്ട് ഞാൻ അവിടെ പോസ്റ്റായിരുന്നു. നേരെ ഫുഡ് അടിക്കാൻ കയറ്റി. പീസ് ഇല്ലാത്ത കറി. എങ്ങനെയുണ്ട്, ചാറ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അണ്ണനെ കണ്ട, അണ്ണൻ വൈബോട് വൈബ്, ഡാൻസിൽ വൈബ് കഴിഞ്ഞിട്ട് അണ്ണനെ കഴിഞ്ഞിട്ട് വേറെ ആളേ ഉള്ളു ഗൈസ്. അണ്ണൻ മാത്രമല്ല, എല്ലാവരും വമ്പൻ ഡാൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഡാൻസ് കളി കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇരിപ്പായിരുന്നു. ഇതിവിടെ വേറൊരു ഐറ്റം ഉണ്ട്. അപ്പാപ്പനെ കണ്ട, അപ്പാപ്പൻ ഫുൾ വൈബ്. ആരാണെന്ന് അറിയാൻ പാടില്ല, പൊള്ളിയല്ലേ. അപ്പോൾ ഞാൻ നല്ല പോസ്റ്റ്, കാരണം എനിക്ക് ഡാൻസ് കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കും ബോറടിച്ചു. ഞാനും കയറി രണ്ട് തുള്ളങ്ങ തുള്ളി. എങ്ങനെയുണ്ട്, ഡാൻസ് കളിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും കൈകൊണ്ട് ആക്ഷൻ കാണിക്കാനെങ്കിലും അറിയാം. എങ്ങനെയുണ്ട്, പക്ഷേ എൻ്റെ പാൻറ്റ് നല്ല ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഡാൻസ് കളിച്ച പോലെ തിരിച്ചു വന്നു. നേരെ പോയി നമ്മുടെ വണ്ടി അങ്ങ് എടുത്ത് നമ്മൾ നേരെ എല്ലാവരും വണ്ടിയിലോട്ട് അങ്ങ് കയറ്റി നേരെ താണ്ടെ നമ്മൾ കല്യാണ വീട്ടിലേക്കാണ് ചെന്നത്. കല്യാണ വീട്ടിൽ ചെന്നു. അവിടുത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞു. വീണ്ടും പോസ്റ്റ്. അങ്ങനെ അത് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഏകദേശം 12 മണി കഴിഞ്ഞിട്ടോ രാത്രി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും വണ്ടി കയറ്റി താണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും ഇറക്കിയായിരുന്നു. എല്ലാവരും ഇറക്കി. എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം, വണ്ടി ഓടിച്ച് ക്ഷീണിച്ചതല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.